നമസ്കാരം. ഡൽഹിയിൽ നടക്കുന്ന പാറ്റകളുടെ പ്രതിഷേധത്തിൽ മമ്മൂട്ടിയും വായ തുറന്ന് അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അദ്ദേഹം തന്റെ ഒരു സമൂഹ മാധ്യമ പേജിലെ കുറിപ്പിലൂടെയാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കുറിപ്പ് ഇങ്ങനെയാണ്: ദ യൂത്ത് ആർ ദ ട്രൂ ട്രഷർ ഓഫ് അവർ നേഷൻ. ലിസൺ ടു ദെയർ വോയിസസ്, പ്രൊട്ടക്ട് ദം, എംപവർ ദം. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു കുറിപ്പ് മമ്മൂട്ടി പങ്കുവച്ചതിൽ. കാരണം ഇതിനെക്കുറിച്ചൊക്കെയുള്ള തിരിച്ചറിവ് മമ്മൂട്ടിക്കുണ്ട് എന്ന് ഈ ഒരു കുറിപ്പിലൂടെ ഞങ്ങൾക്ക് വ്യക്തമായി. ഞാൻ നെഗറ്റീവായിട്ട് പറയുകയല്ല. യൂത്ത് ആണ് നമ്മുടെ ട്രഷർ, നമ്മുടെ യുവത്വമാണ് നമ്മുടെ നിധി. നമ്മൾ അവരുടെ ശബ്ദം കേൾക്കണം, അവരെ ശാക്തീകരിക്കണം, അവരെ സംരക്ഷിക്കണം. ഇതൊക്കെ ശരി തന്നെയാണ്. ഈ ഒരു വിഷയത്തിൽ എന്ത് നിലപാടെടുക്കണം, എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ്, ഇഷ്ടമാണ്. അത് മമ്മൂട്ടിയുടെ ഇഷ്ടത്തിന് മമ്മൂട്ടി പ്രതികരിച്ചു. അതിനെപ്പറ്റി കമന്റ് ചെയ്യാൻ ഞാൻ ആളല്ല. എന്തിനങ്ങനെ പ്രതികരിച്ചു എന്ന് ചോദിക്കാനും നമ്മളാരും ആളുകളല്ല. അതൊക്കെ അവരവരുടെ ഇഷ്ടം. പക്ഷേ മമ്മൂട്ടി ഒരു സിനിമ തിരഞ്ഞെടുക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ എന്നത് ഈ സമയത്ത് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. യുവാക്കളിൽ എത്രത്തോളം മോശം ശീലങ്ങൾ വളർത്തിയെടുക്കാൻ മമ്മൂട്ടിയുടെ പല സിനിമകളും ഉതകിയിട്ടുണ്ട് എന്നൊന്ന് ചിന്തിക്കണം. അപ്പോൾ വിചാരിക്കും, ഒരു സിനിമ കണ്ടിട്ടാണോ നമ്മുടെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നത്, നമ്മുടെ ശീലങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു സിനിമയിലൂടെ, ഒരു സിനിമാ നടന്റെ ശീലങ്ങൾ കണ്ടിട്ടാണോ എന്ന് കുറെ അധികം പേർ അങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ തന്നെ സാമൂഹ്യ പ്രതിബദ്ധത ഇത്രത്തോളമുള്ള ഒരാൾ ഒരു കഥാപാത്രം തിരഞ്ഞെടുക്കുമ്പോൾ സിഗരറ്റ് വലിച്ചു പുകച്ചുകൊണ്ട് എനിക്കൊരു ഹീറോയിസം കാണിക്കണ്ട, അല്ലെങ്കിൽ 2-3 കുപ്പി കള്ള് കുടിച്ചുകൊണ്ട് എനിക്കൊരു ഹീറോയിസം കാണിക്കണ്ട, അങ്ങനെ ഒരു തെറ്റ് ഞാൻ സിനിമയിലൂടെ ചെയ്യില്ല. എൻ്റെ കഥാപാത്രം അത് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരു സീൻ ചെയ്യാൻ ഞാൻ തയ്യാറല്ല എന്ന് ഈ സൂപ്പർ സ്റ്റാറുകൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഈ മമ്മൂട്ടിയുടെ സിനിമയിൽ തന്നെ എത്രത്തോളം റോളുകളാണ് സ്ത്രീവിരുദ്ധത പറഞ്ഞ് അവതരിപ്പിച്ചിട്ടുള്ളത്. അന്നൊക്കെ പലരും കൈയടിച്ചിട്ടുണ്ട് ആ ഒരു ഡയലോഗ് ഡെലിവറിക്കൊക്കെ. ഈ നീ ഒരു വെറും പെണ്ണാണ് എന്നൊക്കെ വാണി വിശ്വനാഥിന്റെ കഥാപാത്രത്തോട് പറയുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതായത് ഇയാള് ഇംഗ്ലീഷിൽ ഈ സ്ത്രീയെ, ജൂനിയർ ആയിട്ടുള്ള ഈ തൊഴിലാളിയെ തെറി പറയുമ്പോൾ അത് വിലക്കാൻ കൈ ഓങ്ങുകയാണ് വാണി വിശ്വനാഥിന്റെ കഥാപാത്രം. അപ്പോൾ ഉടനെ പറയുകയാണ്, കയ്യിൽ പിടിച്ചുകൊണ്ട്, ഇനി ഒരാണിൻ്റെയും നേരെ ഉയരില്ല നിന്റെ ഈ കൈ. നിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാം, പക്ഷെ ഞാനൊന്നും ചെയ്യാത്തത് നീ ഒരു പെണ്ണായിപ്പോയി, വെറും പെണ്ണ് എന്നതാണ് മമ്മൂട്ടിയുടെ കഥാപാത്രം പറയുന്ന ഡയലോഗ്. എത്ര സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഡയലോഗാണത്, എത്ര സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഒരു ചിന്താഗതിയാണത്. അതൊക്കെ അറിയാവുന്ന ആൾ തന്നെയാണ് മമ്മൂട്ടി, അല്ലേ? അറിയാത്ത ആളൊന്നുമല്ല. ഒരു അന്യായത്തിനെതിരെ സ്ത്രീ പ്രതികരിക്കുമ്പോൾ ഇനി നിന്റെ നാക്ക് അവിടെ ഉയരില്ല എന്ന് പറയുന്ന പുരുഷ മേധാവിത്വമാണ് അവിടെ മമ്മൂട്ടിയുടെ കഥാപാത്രം കാണിച്ചത്. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്തിറങ്ങിയ കസബ എന്ന ചിത്രം വലിയ വിവാദമായതാണ്. അതിലെ ഒരു രംഗം, പോലീസ് ഓഫീസറുടെ വേഷത്തിലാണ് സിഗരറ്റ് പുകച്ചുകൊണ്ട് വരുന്നത്. ഒരു പോലീസ് ഓഫീസർ മറ്റൊരു ലേഡി പോലീസ് ഓഫീസറോട് വളരെ മോശമായിട്ട് അശ്ലീലം സംസാരിക്കുന്നു. അവരുടെ പാൻറ്റിൽ ധരിച്ചിരിക്കുന്ന ബെൽറ്റിൽ പിടിച്ചു വലിച്ചിട്ട് അങ്ങേയറ്റം അശ്ലീലം നിറഞ്ഞ ഒരു ഡയലോഗ് പറഞ്ഞിട്ട് സ്ലോ മോഷനിൽ വലിയ ഹീറോയിസം കാണിച്ച് നടന്നു പോകുകയാണ് മമ്മൂട്ടി. അതിന് കൈയടിക്കുകയാണ് ആരാധകർ. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ കാണിച്ചതിലൂടെ നിങ്ങൾക്ക് എന്ത് സാമൂഹ്യ പ്രതിബദ്ധതയാണ് ഉള്ളത് എന്ന കാര്യം ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളതാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ നെഗറ്റീവായിട്ട് ഒരു സന്ദേശം സമൂഹത്തിന് കൊടുക്കത്തക്ക രീതിയിൽ ആ കഥാപാത്രത്തെ അവതരിപ്പിക്കില്ല എന്ന് സംവിധായകനോടോ എഴുത്തുകാരനോടോ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് കൂടിയ ഡ്രസ്സ് വേണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുമായിരിക്കും, അല്ലെങ്കിൽ ഇന്ന കോസ്റ്റ്യൂം എനിക്ക് വേണ്ട, ഇന്നത് മതിയെന്ന് നിങ്ങൾ പറയുമായിരിക്കും. പക്ഷേ ഈ കഥാപാത്രം മദ്യപിക്കുമെങ്കിൽ അത് ഞാൻ ചെയ്യില്ല എന്ന് പറയാനുള്ള നട്ടെല്ല് നിങ്ങൾ കാണിച്ചിട്ടില്ല. മമ്മൂട്ടിയെ മാത്രമല്ല, മോഹൻലാലിനെയും ഒക്കെ ചേർത്താണ് ഈ പറയുന്നത്. മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ആണല്ലോ ഇവിടുത്തെ താര രാജാക്കന്മാർ. അവർക്കാണല്ലോ ആരാധകർ ഏറെയും. ഇവരെയൊന്നും ആരാധിക്കുന്ന ഒരാളല്ല ഞാൻ, എന്നാൽ ഇവരുടെയൊക്കെ സിനിമകൾ കാണാറുണ്ട്. നമ്മൾ പൈസ മുടക്കി, നമ്മുടെ സമയം മുടക്കി, നമ്മുടെ ഇന്റർനെറ്റ് മുടക്കിയൊക്കെയാണ് ഇവരുടെ സിനിമകൾ കാണുന്നത്. അത് ആസ്വദിക്കുക അല്ലെങ്കിൽ അതൊന്ന് കാണുക എന്നതിനപ്പുറം ഒരു ആരാധനയൊന്നും ഇവരോട് ഒരു കാരണവശാലും എനിക്ക് തോന്നിയിട്ടില്ല. ആർക്കും അങ്ങനെ ഒരു ആരാധന തോന്നേണ്ട കാര്യമുണ്ടെന്ന് എനിക്കും തോന്നുന്നില്ല. കാരണം വ്യക്തി ജീവിതത്തിൽ ഇവരൊക്കെ ഒരു പരാജയമായിട്ടാണ് സാമൂഹ്യ ജീവിതത്തിൽ ഇവരൊക്കെ കാണപ്പെടുന്നത്. ഇവരുടെയൊക്കെ പ്രതികരണം ഇങ്ങനെയാണ്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ എഴുതി കുറിച്ച് വെക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇവരുടെ പ്രവൃത്തി തലം എന്താണെന്നും നമുക്ക് നന്നായിട്ട് അറിയാം. ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഒരു ദിവസം മുമ്പ് സന്തോഷ് പണ്ഡിറ്റ് കാര്യം എന്തു പറഞ്ഞാലും നല്ല നീറ്റായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 2-3 വരികൾ ഞാൻ പറയാം. ചില സിനിമകൾ കൊണ്ട് വിദ്യാർത്ഥികൾക്ക് എത്ര ഉപദ്രവമുണ്ടോ അത്രയും ഉപദ്രവം നീറ്റ് പരീക്ഷ 2ാമത് എഴുതിയത് കൊണ്ട് സമൂഹത്തിന് ഉണ്ടായിട്ടില്ല. എത്ര കറക്റ്റായിട്ടുള്ള ഒരു സംഭവമാണ് ആ ഒരു ഒറ്റ സെന്റൻസിൽ അദ്ദേഹം പറഞ്ഞത്. നീറ്റ് പരീക്ഷ 2ാമത് എഴുതേണ്ടി വരുന്ന ബുദ്ധിമുട്ടിനേക്കാളും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ചില സിനിമകൾ കുട്ടികളിൽ ഉണ്ടാക്കുന്നുണ്ട്.
അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റൊരു പോയിന്റ് കൂടി അദ്ദേഹം പറഞ്ഞത്, 1000 ആളുകൾ പോലും ഇല്ലാത്ത ഒരു സിനിമാ സംഘടനയുടെ കുശുമ്പും അടിപിടിയും കടിപിടിയും പാരവെപ്പും ഈഗോയും പോലുള്ള കുഞ്ഞു പ്രശ്നങ്ങൾ പോലും ഒരു മേശയുടെ ചുറ്റുമിരുന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കാൻ പറ്റാത്ത ചില സിനിമാക്കാരാണ് ഇന്ത്യയിലെ നീറ്റ് പ്രശ്നം പരിഹരിക്കേണ്ട രീതി ഇങ്ങനെയല്ല എന്നും പറഞ്ഞു വരുന്നത്. അതും ശരിയാണ്. സ്വന്തം സംഘടനയിലെ ഒരു പ്രശ്നം പോലും പരിഹരിക്കാൻ അവരാരും മുന്നിട്ടിറങ്ങിയിട്ടില്ല. അത് പരിഹരിക്കേണ്ട വിധം അവർക്ക് തീരുമാനിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഡൽഹിയിൽ നടക്കുന്ന ഒരു സമരം, അതിന്റെ മൂല കാരണം എന്താണെന്ന് ചിന്തിക്കാതെ പോലും അതിനെക്കുറിച്ച് ഇവരൊക്കെ കമന്റ് ചെയ്യുകയാണ്. അതുകൂടാതെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നതും ഈ ഒരു പോയിന്റ് മാത്രമാണ്. മമ്മൂട്ടിയെ ചോദ്യം ചെയ്യാൻ എനിക്ക് എന്ത് റൈറ്റ്, അല്ലെങ്കിൽ നീ ആരാടി എന്ന ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല. ഞാനൊരു ഇന്ത്യൻ പൗരൻ എന്നുള്ള രീതിയിലാണ് ഇതിനെ വിമർശിക്കുന്നതെന്ന് വെച്ചാൽ ഇവരൊക്കെ സിനിമകൾ തിരഞ്ഞെടുക്കുമ്പോൾ കുറച്ചെങ്കിലും ഒരു സാമൂഹ്യ പ്രതിബദ്ധത കാണിക്കണം. അതില്ലാതെ യുവാക്കളാണ് നിധി എന്നൊക്കെ മമ്മൂട്ടിക്ക് അറിയാമല്ലോ, തിരിച്ചറിവുണ്ടല്ലോ. അവരെ സംരക്ഷിക്കണം, അവരെ നമ്മൾ ശാക്തീകരിക്കണം. എങ്ങനെയാണ് യുവാക്കളെ ശാക്തീകരിക്കേണ്ടത്? ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാനൊക്കെ നടത്തുന്നു, പല സെലിബ്രിറ്റികളും അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് മെസ്സേജുകളൊക്കെ കൊടുക്കുന്നു. പക്ഷെ ഇവരുടെയൊക്കെ സിനിമകളെ ഉത്തേജിപ്പിക്കുന്നത് എന്താണ്? ഇവരുടെയൊക്കെ കഥാപാത്രങ്ങൾ ഇവരൊക്കെ ആഘോഷിക്കുന്നത് എങ്ങനെയാണ്? മദ്യത്തിലൂടെയും സിഗരറ്റിലൂടെയും ഒക്കെയാണ്. പുകച്ചു തള്ളിയും അല്ലെങ്കിൽ അക്രമാസക്തരായിക്കൊണ്ടും വയലൻസ് കാണിച്ചുമൊക്കെയാണ് ഇവർ കയ്യടി നേടിയിട്ടുള്ളത്. ഇവർ മാസ് കാണിക്കുന്നത് അങ്ങനെയൊക്കെയാണ്. അതാണോ വേണ്ടത്? ഏതെങ്കിലും ഒരു സിനിമയിൽ സൽസ്വഭാവി അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തെ ചേർത്ത് പിടിക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ പുകവലി ഇല്ലാത്ത, മദ്യപാനമില്ലാത്ത നല്ലൊരു ക്യാരക്ടറായിട്ടുള്ള ഒരു ഹീറോയെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒരു ഹീറോയെ സമൂഹം അംഗീകരിക്കുമോ ഇപ്പോൾ വന്നു? ഇല്ല. അങ്ങനെയുള്ളവരെ കിഴങ്ങൻ, മണകൊണാഞ്ചൻ എന്നൊക്കെയാണ് ഓരോരുത്തർ വിളിക്കുന്നത്. ഒന്നിനും കൊള്ളാത്തവൻ എന്നൊക്കെയാണ് വിളിക്കുന്നത്. 2 പെഗ് അടിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനു കൊള്ളാം? ഒന്ന് പുകച്ചില്ലെങ്കിൽ പിന്നെ അവൻ ആണാണോ എന്നൊക്കെ ചോദിക്കുന്ന രീതിയിലേക്ക് സമൂഹത്തെ മാറ്റിയതിൽ ഇങ്ങനെയുള്ള ഹീറോകൾക്ക് വലിയൊരു പങ്കുണ്ട് എന്ന കാര്യം നമുക്ക് മറക്കാൻ പറ്റില്ല. ഇവർക്കൊക്കെ ഇവരുടെ സ്വന്തം സീനുകൾ, ഒരു സിനിമയെക്കുറിച്ച് മൊത്തം അഭിപ്രായം ഇവരുടേതല്ല. ആ സംവിധായകന്റെ, ആ സ്ക്രിപ്റ്റ് റൈറ്ററുടെ, പ്രൊഡ്യൂസറുടെ ഒക്കെ തീരുമാനമായിരിക്കാം. പക്ഷെ എനിക്കുള്ള സീനുകളിൽ നിന്നെങ്കിലും മദ്യവും കഞ്ചാവും മയക്കുമരുന്നും അല്ലെങ്കിൽ പുകവലിയും ഒക്കെ ഒഴിവാക്കണമെന്ന് പറയാനുള്ള ഒരു നട്ടൽ ഇവർക്കില്ലേ? അത്തരം ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഇവർ കാണിക്കേണ്ടതല്ലേ? അതുപോലും കാണിക്കുന്നില്ല. ഡബിൾ മീനിങ്ങിലുള്ള ഡയലോഗുകൾ, തെറി, പിന്നെ ഈ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ സ്ത്രീകളോട് സ്ത്രീവിരുദ്ധ ഡയലോഗുകൾ പറഞ്ഞ് കയ്യടി നേടുന്ന ഒരു ശോചനീയമായിട്ടുള്ള അവസ്ഥ, ദയനീയമായിട്ടുള്ള അവസ്ഥ, അതൊക്കെ എത്ര പുച്ഛമാണ് തോന്നുന്നത്. അതൊക്കെ പറഞ്ഞ് കയ്യടി നേടേണ്ട ഒരു ഗതികേട് ഈ ഹീറോകൾക്കുണ്ടോ സിനിമയിലെ? അവരതൊന്ന് ചിന്തിച്ചുകൂടെ? ഈ സിനിമയിലൂടെ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് കാണുന്നതാണ്, എനിക്ക് ഒരുപാട് ആരാധകരുള്ളതാണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് കണ്ട് അനുകരിക്കാൻ വേണ്ടി ഇരിക്കുന്ന കുറേ പേരുണ്ട്, അല്ലെങ്കിൽ ഇതെല്ലാം പോട്ടെ, എനിക്ക് സമൂഹത്തിനോടൊരു ഉത്തരവാദിത്വമുണ്ട്, ഒരു സീനിയർ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ കുറേ പേരെ സ്വാധീനിക്കുന്ന ആൾ എന്നുള്ള നിലയിൽ എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ആ ഒരു ഉത്തരവാദിത്വ ബോധത്തോടു കൂടി പ്രവർത്തിക്കേണ്ട ഒരു ബാധ്യത ഇവർക്കൊക്കെ ഇല്ലേ? അതുപോലും ചെയ്യുന്നില്ല. സിനിമ എങ്ങനെ ഒരു സമൂഹത്തെ സ്വാധീനിക്കുന്നു എന്നൊക്കെ കുറേ പേർക്കെങ്കിലും ഇപ്പോഴും സംശയം കാണും. ഒരു സിനിമ കണ്ടിട്ടാണോ ഒരാൾ നല്ലതാകുന്നതും ചീത്തയാകുന്നതും കുറ്റകൃത്യം ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും എന്ന് നമുക്കറിയാൻ പാടില്ലഞ്ഞിട്ടാണ് ഇന്ന് നടക്കുന്ന കുറ്റകൃത്യങ്ങളിൽ ഭൂരിഭാഗം കുറ്റകൃത്യങ്ങളും സിനിമകളിൽ നിന്നൊക്കെ ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. ദൃശ്യം മോഡൽ കൊലപാതകത്തെക്കുറിച്ച് ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ സിനിമകളെ അനുകരിച്ചുകൊണ്ട് നടന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ച് മാത്രം ഞാനൊരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നടക്കുന്നുണ്ട്. സിനിമാ സ്റ്റൈലിൽ മോഷണം നടത്തുന്നുണ്ട്. ഈ സീരിയലുകളിൽ നിന്നും സിനിമകളിൽ നിന്നുമൊക്കെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് വീടുകളിൽ പലതരം പ്രശ്നങ്ങൾ ഓരോരുത്തർ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്, നടക്കാത്തതല്ല. പലതരത്തിൽ ഇതൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. ഇതൊക്കെ ഒഴിവാക്കണമെങ്കിൽ ഇവരൊക്കെ ഈ സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയത്ത് എൻ്റെ കഥാപാത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ എനിക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ ഞാൻ ഇന്ന റോള് ചെയ്യില്ല എന്ന് പോലും ഇവരാരും പറയുന്നില്ല. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ എന്തെങ്കിലും ഒരു പ്രധാന വിഷയത്തിൽ ഇവരാരെങ്കിലും ഒരു അഭിപ്രായം പറയുന്നുണ്ടോ? ഇവിടെ മദ്യ നിരോധനം കൊണ്ടുവരണം, മദ്യം ഇവിടെ വേണ്ടെന്ന് വെക്കണം എന്നൊരു അഭിപ്രായം പറയാൻ ഇവർക്ക് കഴിയുന്നുണ്ടോ? ഇല്ല, അത് പറയില്ല, അവർക്ക് പറയാൻ കഴിയില്ല. കുറച്ച് നാൾ മുമ്പ് വരെ ഒരു ഹീറോയെ ഇങ്ങനെ ഉയർത്തി കാണിക്കണമെങ്കിൽ, അതിന് കയ്യടി കിട്ടണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ കള്ള് വേണമായിരുന്നു, സിഗരറ്റ് പുകയ്ക്കണമായിരുന്നു, തോക്ക് ചൂണ്ടി 5-6 പേരെ വെടിവെക്കണമായിരുന്നു, അല്ലെ തോക്കിന് മുമ്പ് നെഞ്ചു വിരിച്ച് കാണിച്ചുകൊണ്ട് നിൽക്കണമായിരുന്നു, അല്ലെ കുറെ പേരെ ഇടിച്ചിടണമായിരുന്നു. ഇതൊക്കെ വേണമായിരുന്നെങ്കിൽ ഇപ്പോൾ രാസലഹരികളുടെ ഉപയോഗം പോലും ഒരു ഹീറോ പരിവേഷം ഒരുപാട് പേർക്ക് കൊടുക്കുന്ന തരത്തിലുള്ള സിനിമകളൊക്കെ ഇറങ്ങുന്നുണ്ട്. അതിനെയൊക്കെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടുള്ള ഒരുപാട് സിനിമകൾ ഇറങ്ങിയതായിട്ട് നമുക്കറിയാം. ഞാൻ പേരെടുത്തൊന്നും പറയേണ്ട ആവശ്യമില്ല. ഗുണ്ടകളെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള സിനിമകളൊക്കെ ഇവിടെ ഇറങ്ങി ഹിറ്റായിട്ടുള്ള നാടായി മാറിക്കഴിഞ്ഞു.
പിന്നെ തുടർച്ചയായിട്ട് കാണിക്കുന്ന വയലൻസ്, ഈ ആക്രമണ സ്വഭാവം, അത് കണ്ട് വരുമ്പോൾ കുട്ടികളിലും യുവാക്കളിലും തോന്നുന്നത് ഇതൊരു സ്വാഭാവിക സംഭവമാണെന്നാണ്. സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരാൾ എന്തെങ്കിലും ഒരു മോശം പ്രവൃത്തി കാണിച്ചാൽ അവരെ അടിക്കുക, അല്ലെങ്കിൽ അവരെ ഇല്ലാതാക്കുക, അവർക്കെതിരെ കൊട്ടേഷൻ കൊടുക്കുക, ഇതൊക്കെ ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രവർത്തികളിൽ പെടുന്നതാണ് എന്ന ഒരു തെറ്റിദ്ധാരണ കുട്ടികളിലും യുവാക്കളിലും ഉണ്ടാക്കുന്നുണ്ട് കുറേ സിനിമകൾ. സ്ത്രീയോട് ഡബിൾ മീനിങ്ങിൽ സംസാരിക്കുക, അല്ലെങ്കിൽ മോശമായിട്ട് അവളുടെ മേലൊരു ആധിപത്യത്തോടു കൂടി സംസാരിക്കുക, പെരുമാറുക തുടങ്ങിയ കാര്യങ്ങളുമൊക്കെ സ്വാഭാവികമായിട്ടുള്ള എന്തോ ആണ്, നമ്മളും അനുകരിക്കേണ്ടതാണ് എന്ന് കുറെ കൗമാരക്കാരിലെങ്കിലും തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ കുറെ യുവാക്കളിലെങ്കിലും തോന്നുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ധാർമ്മിക മൂല്യങ്ങളെ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം സീനുകളിൽ നിന്ന് ഞാനെങ്കിലും ഒഴിവാകും എന്ന് പറയാനുള്ള ഒരു സാമൂഹ്യ പ്രതിബദ്ധത കൂടി നമ്മുടെ സൂപ്പർ താരങ്ങൾക്ക്, താരരാജാക്കന്മാർക്ക് ഉണ്ടാവട്ടെ.